ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം എണ്ണിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ന് താമസിച്ച് എല്ലാവരും എണ്ണീറ്റത്. ഇന്ന് രഗീഷേട്ടന് ഓഫീസിലൊന്നും പോകണ്ട, അതുകൊണ്ട് നമ്മളെല്ലാവരും ലേറ്റായിട്ട് എണ്ണീറ്റ്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ രാവിലെ ഞാൻ പല്ലൊക്കെ തേച്ച് കുറച്ച് ലേറ്റായി ഇന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കുറച്ച് ലേറ്റായി. പിന്നെ അങ്ങനെ ഞാൻ വീടൊക്കെ അടിച്ചു വാരി. വീട് എത്ര തൂത്തുവാരിയാലും പൊടിയായിരിക്കുമല്ലോ, 2-3 തവണ തൂത്താലും പൊടിയായിരിക്കും. പിന്നെ രാവിലെ തന്നെ വീടെല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത്. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി പില്ലോ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ ടൈമിൽ, അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. നല്ല കംഫർട്ടാണ്, നമുക്ക് കിടക്കാൻ നല്ല കംഫർട്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. ഞാൻ എല്ലാ ആഴ്ചയിലും വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ കറക്റ്റ് വെയിറ്റ് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ ഡ്രസ്സ് അലക്കാനിട്ടു. കുറച്ചേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാൻ, അപ്പോൾ അതൊക്കെ ഇട്ടു. മോളുടെ യൂണിഫോമും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം അലക്കാനിട്ടതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ രാവിലെ കട്ടനും ദോശയും. ഒരാൾക്ക് ഇഡ്ഡലിയായിരുന്നു, മോൾക്ക് ദോശ വേണ്ട, ഇഡ്ഡലി മതി എന്നുകൊണ്ട് അവൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു. രഗീഷേട്ടനാണെങ്കിൽ പഴങ്കഞ്ഞി കുടിച്ച്. ആൾക്ക് ദോശയും വേണ്ട ഇഡ്ഡലിയും വേണ്ട, പഴങ്കഞ്ഞി കുടിച്ചു. 3 പേരും 3 ടൈപ്പിലെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. ഞാൻ ഇപ്പോൾ പാൽ ചായ കുടിക്കലില്ല, പാൽ കുടിക്കുന്നുണ്ട്. ഡോക്ടർ പൊടി തന്നായിരുന്നു, പ്രോട്ടീൻ പൗഡർ, അപ്പോൾ അത് കുടിക്കുന്നുണ്ട്. അത് ഞാൻ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് അതാണ് ഫസ്റ്റ് കുടിക്കുന്നത്. പിന്നെ മോള് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാനിരുന്ന്. അപ്പം ഞങ്ങളും കുറച്ച് നേരം അവളുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് അപ്പോഴത്തേക്കിനും നമ്മുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് വന്ന്. നമ്മളത് വിരിക്കാൻ വേണ്ടി മുകളിൽ പോവാണ്. മുകളിലാണ് വിരിക്കുന്നത്. അവിടെ ഈ ഡ്രസ്സ് അലക്കാൻ സൗകര്യമുണ്ട്, പക്ഷേ നമ്മൾ താഴെ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടാണ് കൊണ്ട് വിരിക്കൽ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇളം വെയിലൊക്കെ കൊള്ളാൻ വരുന്നതാണ്. ഇന്നിത്തിരി ലേറ്റ് ആയതുകൊണ്ട് അത് നടന്നില്ല. എന്നാലും തുണി വിരിക്കുന്ന സമയം കൊണ്ട് കുറച്ച് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചു. ഒത്തിരി നല്ല വെയിലായിട്ടില്ല, ആ ടൈമിൽ കുറച്ച് വെയിൽ കൊള്ളാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വിരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്, കുറച്ച് മുല്ലയും തുളസിയും പനിക്കൂർക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചതാണ്. ഈ സീസൺ ടൈമിൽ ഇത് നിറച്ച് മുല്ലപ്പൂവൊക്കെ ആകും. അപ്പം വൈകുന്നേരം ഈ ടെറസിൻ്റെ മണ്ടയ്ക്ക് വരുമ്പോൾ നല്ല മണമായിരിക്കും മുല്ലപ്പൂവിൻ്റെ. അപ്പം അങ്ങനെ ഞാൻ വെയിലൊക്കെ കൊണ്ടു. അതിനുശേഷം ഡ്രസ്സ് വിരിച്ചു. അപ്പോൾ അപ്പോഴത്തേക്കിന് പൊന്നൂസ് അവിടെ കുറച്ച് നേരം അവളുടെ കൂടെ ഇന്ന് കളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ നമ്മുടെ ശനി ഞായറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം ഞാനിങ്ങനെ ട്രാവലൊന്നും ചെയ്യാറില്ല, ട്രാവലൊക്കെ കുറച്ച് വെച്ചേക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ അവധിയുള്ള ദിവസം പ്രത്യേകിച്ച് ഒരു ഒന്നും കാണത്തില്ല, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ സൺഡേ സാറ്റർഡേ ദിവസമൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ താഴോട്ട് പോവുകയാണ്. തുണി വിരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. അപ്പോൾ രഗീഷേട്ടനോട് പറഞ്ഞു, നീ ഫോൺ എടുത്തില്ലേ, മറന്നു പോയോ എന്ന് ചോദിച്ച്. അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ഫോണും എടുത്ത് നമ്മൾ താഴോട്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പനിക്കൂർക്ക നട്ടിട്ടുണ്ടെന്ന്, അതിൽ 2-3 ഇലയൊക്കെ പിച്ചി. മോൾക്ക് ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. ഇപ്പം ചുമയുടെ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അവൾക്ക് ചുമ വരുമ്പം പനിക്കൂർക്കയും തുളസിയുടെ നീരെടുത്ത് തേനി ചാലിച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞാൻ കൊടുത്തിട്ട് നല്ല റിസൾട്ടുണ്ട്, എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇപ്പോൾ ചുമയുടെ മരുന്ന് കൊടുത്താൽ 2 ആഴ്ച ആയാലും ചുമ മാറത്തില്ല, പക്ഷേ ഇത് ഞാൻ കൊടുത്തൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ചുമയൊക്കെ മാറി. പിന്നെ ഡെയിലി നമ്മൾ ആവിയും കൂടെ പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും. അങ്ങനെ നമുക്കൊരു കൊറിയർ വന്നതാണ് ഇപ്പം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇടയ്ക്ക് വീഡിയോസൊന്നും എടുത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഉച്ചയൊക്കെ ആയി. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുവാണ്. പ്രോൺസ് മേടിച്ച്. അപ്പോൾ പ്രോൺസ് നമ്മൾ മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയൊക്കെ ഇട്ട്
തേങ്ങ അരച്ചാണ് വെച്ചത്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിക്കുന്നത്. പിന്നെ കുറച്ച് കപ്പയുണ്ടായിരുന്നു. പിന്നെ വേറെ സ്പെഷ്യലൊന്നും നമുക്കില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ടി വി കണ്ടുകൊണ്ടാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കുളിച്ചത്. ഞാനിന്ന് രാവിലെ കുളിക്കുന്നതാണ്. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് രാവിലെ കുളിയൊന്നും നടന്നില്ല. പിന്നെ വൈകുന്നേരം കുളിച്ച് പിന്നെ നമ്മൾ ടെറസിൻ്റെ മണ്ടയ്ക്ക് പോയി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് 6 മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ രീതിയിലൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പം നല്ല ഭംഗിയായിട്ട് ടെറസിൻ്റെ മണ്ടയ്ക്ക് വന്ന് നിൽക്കാൻ ഒരു നല്ല ഒരു അന്തരീക്ഷവും കാഴ്ചകളെന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ ദൂരോട്ട് നോക്കുമ്പോൾ ദൂരെ കുറച്ച് ബിൽഡിങ്ങും ഒരു ചുമന്ന ആകാശവും ഒക്കെ കാണാം. അപ്പം നല്ല ഭംഗി. പിന്നെ നിറച്ചും ബിൽഡിങ്ങുകളാണ്. എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ചെറിയ അമ്പലങ്ങളും കാണും. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്ന തൊട്ടപ്പുറത്തുമൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെയും ഉണ്ട് ഒരമ്പലം. അപ്പോൾ ദാണ്ട് അവിടെ ഒരു പരുന്തിരിക്കുന്നത് കണ്ടു. ഇവിടെ ഇഷ്ടംപോലെ പരുന്തുണ്ട്. പ്രാവും ഉണ്ട്, പരുന്തും ഉണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു മരം നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ പരുന്ത് കൂട് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ മുറിയിലെ ജനാല തുറക്കുമ്പോൾ ഈ പരുന്തിൻ്റെ കൂടും പരുന്ത് അവിടെ വന്നിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതാണ് നമ്മുടെ താഴത്തെ അമ്പലം. അപ്പോൾ അവിടെ ഈ വൈകുന്നേരം പൂജ ചെയ്യുന്നതുമൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം. ചന്ദനത്തിരിയുടെ മണവും ഒരു നല്ല അന്തരീക്ഷമാണ്. ഇപ്പം നവംബറൊക്കെ ആയപ്പം ഇവിടെ ബാംഗ്ലൂർ തണുപ്പൊക്കെ തുടങ്ങി. ചെറിയ രീതിയിൽ ചെറിയ തണുപ്പും കാറ്റും. വൈകുന്നേരം ഒരു പ്രത്യേക രസം ഇവിടെ വന്നിരിക്കാൻ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ദൂരോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടോ. അവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകളാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ലേക്കും പാർക്കും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ താഴോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ബിൽഡിങ് ഇത്. ഈ ഏരിയയിലെ ഏറ്റവും വലിയൊരു ബിൽഡിങ്ങാണ് ഇത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. എലിപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു ഒറ്റ ബിൽഡിങ്ങാന്ന് തോന്നും. പക്ഷെ അതൊരു 4 ബിൽഡിങ്ങിന് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ താഴെ വന്നു, കട്ടൻ ചായ ഇട്ട് കുടിച്ചു. അപ്പം ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അല്ലായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ രാത്രിയിൽ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു, നട്ട്സൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.